എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ തിയറി ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ 12 വ്യവസ്ഥകളാണ്. സിസ്റ്റമാറ്റിക് ബോഡി ആണ് ഹ്യൂമൻ ബോഡി. 12 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ദഹന വ്യവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ് ശ്വസന വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും. ഈ ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് അതിൻ്റെ ഘടകങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 6 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യം ദഹനം നടക്കുന്നത് വായിൽ വെച്ചാണ്. പിന്നിട്ട് തൊണ്ടയിലേക്ക് എത്തുന്നു. അന്നനാളം വഴി ആമാശയത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ചെറുകുടൽ വഴി വൻകുടലിലേക്ക് മാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അഷ്ടാംഗ യോഗയിലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി, ഈ 8 വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകാൻ കഴിയണം. വർദ്ധിച്ചു വരുന്ന രോഗസാഹചര്യങ്ങൾ, സാധാ പനി, ജലദോഷം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികളെല്ലാം നമ്മൾ അലട്ടുന്നുണ്ടല്ലേ. നമ്മൾ അതിനെ നേരിടാൻ കഴിയണം. ശരിയായ ഭക്ഷണ രീതികൾ, പുതിയ കാലഘട്ടത്ത് മത്സര ബുദ്ധിയോടുകൂടി കമ്പോളങ്ങളിൽ ഇടപെടുന്നത്, ഇതെല്ലാം തന്നെയാണ്. അതുപോലെ തന്നെ വ്യായാമമില്ലായ്മ, അമിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ, മദ്യപാനശീലം, പുകവലിശീലം, ഇതെല്ലാം മനുഷ്യനെ രോഗങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രീതിയിലേക്ക് മാറുന്നു അല്ലേ. ശാസ്ത്രം വളർന്നു, എന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും രോഗങ്ങളായിട്ട് മാറാൻ പാടില്ല, രോഗിയായിട്ട് മാറാൻ പാടില്ല. രോഗിയായിട്ട് മാറുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറില്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ നമ്മൾ വായയെ സംബന്ധിച്ച് പറഞ്ഞ് അടുത്ത് തൊണ്ടയാണ്. പാരനക്സ് എന്നാണ് പറയുന്നത്, തൊണ്ടയ്ക്ക് പറയുന്നത്. ദഹന പ്രക്രിയയുടെ ആദ്യഘട്ട പ്രവർത്തനത്തിന് വിധേയമായ ആഹാര പദാർത്ഥം തൊണ്ടയിലെത്തുകയും തൊണ്ട തുറന്ന് അന്നനാളത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് തൊണ്ടയിൽ നിന്നും ശ്വാസനാളത്തിലേക്കുള്ള പ്രവേശന കവാടം അടയുന്നത്. അതുകൊണ്ടാണ് 2 സൂര്യനാഡി, ചന്ദ്രനാഡി ഉണ്ട്. ശ്വാസനാളം ഉള്ളിലേക്ക്, ഈ ആഹാരം ഉള്ളിലേക്ക് പോകുന്നത് അടയും. അങ്ങനത്തെ ഒരു പ്രക്രിയ അതിനകത്തുള്ളത് കൊണ്ടാണ് ആഹാരം പദാർത്ഥം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയപ്പെടുന്നത്. അപ്പോൾ തൊണ്ടയുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. തൈറോയിഡും മറ്റ് രോഗങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ഉണ്ടാകുന്നത്. തൊണ്ടയിൽ ക്യാൻസർ അടക്കം വർദ്ധിച്ച് വരുന്നത്. പിന്നീട് വരുന്ന അന്നനാളം തൊണ്ടയെയും ആമാശയത്തെയും ബന്ധിപ്പിക്കുന്ന അന്നനാളത്തിന് ഏകദേശം 25 സെൻറ്റിമീറ്റർ നീളമാണ് ഉണ്ട്. അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്ന ആഹാരവസ്തു അന്നനാളത്തിൻ്റെ വികാസ സാങ്കേതിക തുടർക്രിയയിലൂടെ ആമാശയത്തിൽ എത്തുന്നു. അപ്പം ഈ വായിലിരുന്ന് വരുന്ന തൊണ്ടയിലേക്ക് വരുന്നു, അന്നനാളത്തിലേക്ക് വരുന്നു. പിന്നിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയായിട്ടുള്ള സ്റ്റൊമച്ച്, അതായത് ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആമാശയത്തെ സംബന്ധിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ വിശദീകരിക്കണം, നിങ്ങൾ പഠിക്കുകയും ശ്രമിക്കണം. നാളെ നമുക്ക് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണം. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ആസനങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കുള്ള ആസനങ്ങളൊക്കെ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തുടക്കം എന്ന നിലയ്ക്ക് യൂട്യൂബിൽ തുടക്കം എന്ന നിലയ്ക്ക് കുറേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവതരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട്